ഏത് തരം പിശാചിന്റെ ഉപദ്രവമാണോ നിനക്ക് വന്നിട്ടുള്ളത്, അത് നിനക്ക് തന്നെ വീട്ടിൽ നിന്ന് മന്ത്രിച്ച് അതിനെ ബാത്തിലാക്കാം. ഒരു വ്യക്തിലെ മതി. ഏത് ഉപദ്രവമാണെന്ന് നിനക്ക് തിരിച്ചറിയാം, അതിനുള്ള പരിഹാരവും നിനക്ക് ചെയ്യാം. ഈ ലക്ഷണങ്ങളെ കൊണ്ട് സിഹറിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏത് തരം സിഹറാണ് നിന്റെ ശരീരത്തിൽ ഏറ്റിട്ടുള്ളത്, അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന്റെ പരിഹാരം നിനക്ക് തന്നെ വീട്ടിലിരുന്ന് ചെയ്യാം. കണക്ക് നോക്കി ഏതു തരം ഉപദ്രവമാണ് തിരിച്ചറിയേണ്ടതില്ല. ഈ ഒരു കാര്യങ്ങൾ ചെയ്താൽ നിനക്ക് തന്നെ തിരിച്ചറിയാൻ സാധ്യമാകുന്ന അത്ഭുതകരമായിട്ടുള്ള അമല്. ഈ മജ്‌ലിസിനെ, ഈ ഒരു വീഡിയോസിനെ പരിപൂർണമായി കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണിത് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു അമലിനെ പറ്റിയാണ്. ധാരാളം ആളുകൾക്കുള്ള സംശയമാണ്. ഒരു പ്രയാസം അവർക്ക് ഏറ്റുകഴിഞ്ഞാൽ, ഒരു ബുദ്ധിമുട്ട്, ഒരു മുസീബത്ത് ഏറ്റുകഴിഞ്ഞാൽ ഇത് രോഗം കൊണ്ടാണോ, അല്ലെങ്കിൽ പൈശാചികമായിട്ടുള്ള ഉപദ്രവം കൊണ്ടാണോ, അല്ലെങ്കിൽ എനിക്കാരെങ്കിലും സിഹ്റോ ചെയ്തതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും റൂഹാനിയത്തിന്റെ പ്രയാസം എൻ്റെ ശരീരത്തിൽ ഏറ്റതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാഫിർ ജിന്നിന്റെ അല്ലെങ്കിൽ മുസ്ലിം ജിന്നിന്റെ പ്രയാസമാണോ എൻ്റെ ശരീരത്തിലുള്ളതെന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ നമുക്ക് കഴിയാറില്ല, അല്ലേ? നമുക്ക് കഴിയാറില്ല. നമ്മൾ ആരടുത്തേക്കും ഒന്ന് സമീപിച്ച് എന്താണ് എൻ്റെ ബുദ്ധിമുട്ടെന്ന് നോക്കിക്കാറാണ് നമുക്ക് പതിവുള്ളത്. അങ്ങനെയാണ് പതിവുള്ളത്. ധാരാളം ആളുകൾ നമ്മളെ സമീപിക്കുന്നവർ ചോദിക്കുന്നതാണ്, ഇത് ഞങ്ങൾക്ക് തന്നെ തിരിച്ചറിഞ്ഞ് ഇതിന്റെ പരിഹാരം ഞങ്ങൾക്ക് തന്നെ ഒരാളുടെ അടുത്തേക്ക് പോകാതെ ഞങ്ങൾക്ക് തന്നെ ഇതിന്റെ പരിഹാരങ്ങൾ കണ്ടെത്താൻ സാധിക്കുമോ തങ്ങളെ? ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്‌ലിസിൽ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാണ്. ഒരാളെടുത്ത് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. എന്താണ് നിങ്ങളെ ഉപദ്രവമെന്ന് തിരിച്ചറിയാനും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന്റെ പരിഹാരങ്ങൾ ചെയ്യാനുമുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള അമലാണ്. ഒരു അത്ഭുതകരമായിട്ടുള്ള അമല്. വലിയ പ്രയാസങ്ങളൊക്കെ ആണെങ്കിൽ, നമുക്ക് തന്നെ നമ്മളെ കയ്യിൽ ഒതുങ്ങാൻ കഴിയാത്ത പ്രയാസമാണെങ്കിൽ ഒരാളെ നിങ്ങൾ സമീപിക്കേണ്ടി വരും. ഇത് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ നിങ്ങൾ സമീപിക്കേണ്ടി വരും. ഇതിൽ വലുതായിട്ടുള്ള വിജ്ഞാനമുള്ള, അറിവുള്ള, ഞാൻ പലപ്പോഴായിട്ട് പറയാറുണ്ട്, നിങ്ങൾ കാണുന്നതും കണ്ടതും കേട്ടതുമായ ആളുകളുടെ അടുത്തേക്ക് പോവരുത്. നിങ്ങൾ ഇതിനെപ്പറ്റി അറിയുന്ന, ഇതിനെപ്പറ്റി വലിയ വിജ്ഞാനമുള്ള ആളുകളുമായി സമീപിക്കണം. സമീപിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം, കൂടുതൽ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വഞ്ചിതരാകും. ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് ഈ അമലിനെ ചെയ്യേണ്ടത്, ഏത് രീതിയിലുള്ള പൈശാചികമായിട്ടുള്ള ഉപദ്രവമാണോ നിന്റെ ശരീരത്തിൽ ഏറ്റിട്ടുള്ളത്, അത് തിരിച്ചറിയാനുള്ള അത്ഭുതകരമായിട്ടുള്ള അമല് ഇൻഷാ അല്ലാഹ് നമ്മൾ നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നില്ല. നിങ്ങളെ വിലപ്പെട്ട സമയത്തെ ഞാൻ കവർന്നെടുക്കുന്നില്ല. വേഗം പറഞ്ഞത് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അത് പറയുന്നതിന് മുമ്പ് നമ്മൾ പോയും മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മൾ സമീപിക്കുന്നവരുണ്ട്. തങ്ങൾ പറയുന്ന ഇത്തരം പ്രയാസം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്, തങ്ങൾ പറഞ്ഞ അമലുകൾ ഞങ്ങൾ ചെയ്തു, വലിയ റാഹത്ത് കിട്ടി, ഞങ്ങൾക്കത് എഫക്റ്റീവായി, ഞങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ ഉപകാരപ്പെട്ടെന്ന് വിളിച്ച് സന്തോഷ വാർത്ത വിളിക്കുന്നവരുണ്ട്. ഞങ്ങളെ നേരിട്ട് ഒന്ന് കാണാനായിരുന്നു, എവിടെയാണ് വരേണ്ടത്, ഏത് സമയത്താണ് വരേണ്ടത്, ഏത് ദിവസമാണ് വരേണ്ടതെന്ന് ചോദിച്ച് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവർ. ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മുടെ സകല പ്രയാസങ്ങളും അല്ലാഹു ഇനി മാറ്റി നൽകണം. അല്ലാഹ് ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം. അല്ലാഹ് ജീവിതത്തിൽ വലിയ ഖൈറുകൾ അല്ലാഹ് ഞങ്ങൾക്ക് ഇനി അടുപ്പിച്ച് നൽകണം. അല്ലാഹ് എല്ലാ ശർറുകളും അല്ലാഹു ഇനി കൊട്ടി അടക്കണേ റബ്ബേ, നീ കൊട്ടി അടക്കണേ റബ്ബേ. ഇങ്ങനെയുള്ള പൈശാചികമായ ഉപദ്രവങ്ങൾ അല്ലാഹു ഞങ്ങൾക്ക് ആർക്കും നീ നൽകില്ല. അല്ലാഹ് നീ നൽകല്ല തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഏതാണ് അത്ഭുതകരമായിട്ടുള്ള അമല്? ഈ അമല് ചെയ്യാൻ നമുക്കൊരു വെറ്റില വേണം. ഒരു വെറ്റില അറിയില്ല, എല്ലാവർക്കും അറിയില്ല വെറ്റില എന്താണെന്ന്. ഒരു വെറ്റിലെടുത്തിട്ട്, ഒറ്റ വെറ്റിലെടുത്തിട്ട് നല്ല കഴുകി, നല്ല വീതിയുള്ള വലുപ്പമുള്ള
നല്ല വെറ്റില, ഉണങ്ങാത്ത നല്ല പച്ച വെറ്റില എടുത്തിട്ട് അത് നല്ല കഴുകി അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞിട്ട് അതിലേക്കൊരു 11 പ്രാവശ്യം, ശ്രദ്ധിച്ചോ, 11 പ്രാവശ്യം ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അറിയാത്തവർക്ക്, എഴുതാൻ അറിയാത്തവർക്ക് ഒറ്റ അറഫിലായിട്ട്, ഒറ്റ അറഫ് അതായത് ഒറ്റ അക്ഷരത്തിലായിട്ട് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ യാസീനിലെ ആയത്ത് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് 11 പ്രാവശ്യം ഒറ്റ അക്ഷരത്തിൽ എഴുതുക, വെറ്റിലയിൽ എഴുതുക. എങ്ങനെയാണ്? മഷിയിൽ എഴുതണോ? തങ്ങളെ അറബി മഷിയിൽ എഴുതണം. അറബി മഷിയിലൊന്നുമല്ല, നിങ്ങൾ മഷി തീർന്ന പേനയുണ്ടാവും, ആ പേനയിൽ മെല്ലെ മെല്ലെ വെറ്റില കീറാത്ത രൂപത്തിൽ എഴുതുക. അങ്ങനെ എഴുതേണ്ടത് വെറ്റില കീറാത്ത രൂപത്തിൽ സലാം. ചിലപ്പം കീറിയെന്ന് വരാം, പരിപൂർണമായിട്ട് കീറണ്ടെന്ന് ഞാൻ പറഞ്ഞത്. വെറ്റില അതായത് കീറിപ്പോകരുത്, പരിപൂർണമായിട്ട് കീറിപ്പോകരുത്. ചിലപ്പോൾ ഓരോ മുനയിലൊക്കെ എഴുതുന്നതിൽ ഓരോ ഡോട്ട് വന്നാൽ ചിലപ്പം ഒരു ഡോട്ടുകളൊക്കെ വരാം, അതൊന്നും കുഴപ്പമില്ല. അതുകൊണ്ട് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം ഒറ്റ അക്ഷരത്തിൽ 11 പ്രാവശ്യം ഈ വെറ്റിലയിൽ എഴുതി, വെറ്റില ശ്രദ്ധിച്ചോ, വെറ്റില ഇങ്ങനെ മടക്കുക, ചെറുതായി മടക്കിയിട്ട് അതിലേക്കൊരു 7 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ, ഇങ്ങനെ 7 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതി ഈ വെറ്റിലയിൽ മന്ത്രിക്കുക. ഇഷ്ഫി 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 എന്ന് പറഞ്ഞു മന്ത്രിക്കുക. പിന്നീട് ഒരു 7 പ്രാവശ്യം സൂറത്തു ശറഹ്, അലം നശ്റഹ്, സൂറത്തു ശറഹ് 7 പ്രാവശ്യം ഓതിയിട്ട് വെറ്റിലയിലേക്ക് പരിപൂർണമായിട്ട് ഇഷ്ഫി ഇഷ്ഫി ഇഷ്ഫി. പിന്നീട് ആയത്തുൽ കുർസി 7 പ്രാവശ്യം ഓതി വെറ്റിലയിൽ മന്ത്രിക്കുക. അതൊക്കെ ഓതുന്ന സമയത്തും മന്ത്രിക്കുന്ന സമയത്തും അല്ലാഹു ഇതിൽ വലിയ ഈ വെറ്റിലയിൽ അല്ലാഹു ഞങ്ങളെ പ്രയാസം തെളിയിച്ചു നൽകണം. അല്ലാഹ് ഞങ്ങളെ രോഗം എന്താണോ, ഞങ്ങളെ ഈ മുസീബത്ത് എന്താണോ, ഞങ്ങളെ ഈ പ്രയാസം എന്താണോ, ഏതിൽ നിന്നുള്ളതാണോ, പിശാചിൽ നിന്നുള്ളതാണോ അല്ലെങ്കിൽ രോഗം കൊണ്ടാണോ, നീ വെറ്റിലയിൽ അല്ലാഹുവേ നീ തെളിയിച്ചു നൽകണേ അല്ലാഹ് എന്ന നിയ്യത്തോടുകൂടി 7 പ്രാവശ്യം ആയത്തുൽ കുർസി പാരായണം ചെയ്യാം. പിന്നീട് ഒരു 3 പ്രാവശ്യം ആമന റസൂലു. ഏതാണ് ആമന റസൂലു? പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ അൽ ബഖറ സൂറത്തിലെ അവസാനത്തെ ആയത്തുകൾ, അവസാനത്തെ 3 ആയത്തുകൾ ആമന റസൂൽ പരിപൂർണമായി 3 പ്രാവശ്യം ഓതിയിട്ട് വെറ്റിലയിൽ മന്ത്രിക്കുക. പിന്നെ നിങ്ങൾ ഓതി മന്ത്രിക്കേണ്ടത് സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്ത് വത്തബഉ മാ തദുൽ ശയാത്തീനു, 102-ാമത്തെ ആയത്ത് വത്തബഉ, അത് പരിപൂർണമായി ഓതി വെറ്റിലയിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് 3 പ്രാവശ്യമാണ് ഓതേണ്ടത്. 3 പ്രാവശ്യം ഓതി വെറ്റിലയിൽ ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം മന്ത്രിച്ച് ആർക്കാണോ ഈ ബുദ്ധിമുട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണെങ്കിൽ അല്ലെങ്കിൽ വേറൊരാൾക്കാണെങ്കിൽ അവരെ കൊണ്ട് ഈ വെറ്റില കഴിപ്പിക്കുക, വെറ്റില കഴിക്കുക. നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ ഈ മന്ത്രിച്ച ഈ എഴുതിയ വെറ്റില കഴിക്കുക. കഴിച്ചിട്ട് നല്ല അരച്ച് നല്ല ചവച്ച് അതിന്റെ രുചി ഇറക്കുക. അതിന്റെ രുചി ഉണ്ടല്ലോ, അത് വായിലോട്ട് ഉള്ളിലോട്ട് ഇറക്കുക. ഇറക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു പുളിപ്പ് രുചിയാണ് കിട്ടുന്നതെങ്കിൽ, പല ആളുകൾക്ക് പലതരത്തിലായിരിക്കും. ഈ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് പലതരത്തിലായിരിക്കും വെറ്റിലയുടെ രുചി വരിക. പുളിപ്പ് രുചിയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതെങ്കിൽ അത് റൂഹാനിയത്തിന്റെ പ്രയാസമാണ്. നിങ്ങളെ ശരീരത്തിൽ ഏറ്റിട്ടുള്ളത് ബുദ്ധിമുട്ട് ഒരാൾ സിഹർ ചെയ്തതല്ല, ഒരാൾ നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തതല്ല, പൈശാചികമായിട്ടുള്ള അവസ്ഥയല്ല. പിശാചിന്റെ അവസ്ഥ പൈശാചികമായിട്ടുള്ള അവസ്ഥയല്ല, നിങ്ങൾക്ക് റൂഹാനിയത്തിന്റെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് അത് റൂഹാനിയത്തിന്റെ ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഒരു കയ്പ്പ് രുചിയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഈ വെറ്റിലയുടെ രുചി, അതിന്റെ നീര് വായിലോട്ട് ഉള്ളിലോട്ട് ഇറക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു കയ്പ്പ് രുചിയാണ് അനുഭവപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്കുള്ളത് കൂടിയ മൂർത്തികളുടെ ശല്യമാണ്. നിങ്ങൾക്കുള്ളത് ഒരാൾ നിങ്ങൾക്ക് മൂർത്തികളെ വിട്ട് ഉപദ്രവിച്ചതാണ്, നിങ്ങൾക്കൊരാൾ സിഹർ ചെയ്തതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾക്കൊരു മധുര രുചിയാണ്. രുചികൾ മനസ്സിലാക്കിക്കോ. പുളിപ്പാണെങ്കിൽ റൂഹാനിയത്തിന്റെ പ്രയാസമാണ്. ഒരു പുളിപ്പ് രുചിയാണ് അനുഭവപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്കുള്ളത് റൂഹാനിയത്തിന്റെ പ്രയാസമാണ്. നിങ്ങൾക്കൊരു കയ്പ്പ് രുചിയാണ് അനുഭവപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള പ്രയാസം നിങ്ങൾക്ക് കൂടിയ മൂർത്തികളുടെ ശല്യമാണ്. ആരെങ്കിലും സേവകൾ ചെയ്ത് മൂർത്തികളെ വിട്ട് നിങ്ങൾ ഉപദ്രവിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സിഹർ പോലുള്ള പ്രയാസത്തിൽ നിന്നുള്ളതാണ് ഈ കയ്പ്പ് രുചി അനുഭവപ്പെടുന്നത്. പിന്നെ നിങ്ങൾക്കൊരു മധുര രുചിയാണെങ്കിൽ അത് മുസ്ലിം ജിന്നുകളുടെ നിങ്ങളുടെ ശരീരത്തിലേക്കുള്ള പ്രവേശനമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും.
മുസ്ലിം ജിന്നുകളുടെ ബുദ്ധിമുട്ടാണ്. അവര് ഒരു ശരീരത്തിനുണ്ടാക്കുന്ന പ്രയാസമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ല, നിങ്ങൾക്കൊരു ചമർപ്പ് രുചിയാണ്, പല രുചികളുണ്ട്. ചമർപ്പ് രുചിയാണെങ്കിൽ നിങ്ങൾക്ക് രോഗം കൊണ്ടുള്ള പ്രയാസങ്ങളാണ്. ഇത് മറ്റൊന്നുമല്ല, ഇത്തരം പ്രയാസങ്ങളൊന്നല്ല. നിങ്ങൾക്ക് വാതരോഗം, മറ്റുള്ള രോഗങ്ങൾ കൊണ്ടുള്ള പ്രയാസമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ പല 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 കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത മജ്‌ലിസുകളിലായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഇനി ഈ പുളിപ്പ് രുചി, അതായത് റൂഹാനിയത്തിന്റെ പ്രയാസമാണെങ്കിൽ അവരെ മന്ത്രിക്കേണ്ടത്, അവർക്കുള്ള മന്ത്രിക്കേണ്ടത്, അവരെങ്ങനെയാണ് അത് ബാത്തിലാക്കേണ്ടത്, ആ ഒരു പ്രയാസത്തെ നിങ്ങൾ എങ്ങനെയാണ് ബാത്തിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു 14 ദിവസം ശ്രദ്ധിച്ചു. 14 ദിവസം ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ആർക്കാണോ ഈ ബുദ്ധിമുട്ടുള്ളത്, ആരാണോ രോഗി, ഇത്തരം പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗി ആരാണോ അവരുടെ വലത് ചെവിയിൽ ബാങ്കും ഇഖാമത്തും, ബാങ്ക് കൊടുക്കുക, ഇഖാമത്ത് കൊടുക്കുക, ഒരു വട്ടം, അങ്ങനെ 7 പ്രാവശ്യം 7 ബാങ്ക് കൊടുക്കണം, 7 ഇഖാമത്തും കൊടുക്കണം. എന്നിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട്, ഇഖാമത്തും കഴിഞ്ഞതിന് ശേഷം ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വലത് ചെവിയിൽ മന്ത്രിക്കുക. അങ്ങനെ 7 പ്രാവശ്യം തുടരെ ചെയ്യുക. പിന്നീട് ഇടത് ചെവിയിൽ ആയത്തുൽ കുർസി 7 പ്രാവശ്യം. മനസ്സിലായോ? ഇടത് ചെവിയിൽ ആയത്തുൽ കുർസിയെ 7 പ്രാവശ്യം ഓതി മന്ത്രിക്കുക. 7 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതി പരിപൂർണമായിട്ട് മന്ത്രിക്കുക. ഇനി രണ്ടാമത്തെ നമ്മൾ രുചി പറഞ്ഞത് കയ്പ് രുചി അല്ലേ? കയ്പ് രുചിയാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടതെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പോയി സമീപിക്കേണ്ടതുണ്ട്. ആരെങ്കിലും പോയിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സമീപിക്കേണ്ടതുണ്ട്. അത് നിങ്ങളുടെ അടുത്ത് നിൽക്കാത്ത പ്രയാസമാണ്, അത് നിങ്ങളടുത്ത് നിൽക്കൂല. അതൊരിക്കലും മന്ത്രിച്ച് നമുക്ക് തന്നെ ബാത്തിലാക്കാൻ സാധ്യമാവില്ല. ഈ റുഹാനിയത്തിന്റെ ഈ ഒരു പ്രയാസമാണെങ്കിൽ, പുളിപ്പ് രുചിയാണെങ്കിൽ 14 ദിവസം മന്ത്രിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് നിങ്ങൾക്കുള്ള രുചി അത് മധുരമാണെങ്കിൽ എപ്പോഴും 21 ദിവസം സൂറത്തുൽ ജിന്ന്, സൂറത്തുൽ മുസമ്മിൽ പാരായണം ചെയ്ത് വെള്ളത്തിൽ മന്ത്രിച്ച് സുബ്ഹിന്റെ ശേഷം വെറും വയറ്റിൽ ഈ 2 സൂറത്തുകൾ ഓരോ പ്രാവശ്യം മോദി വെള്ളത്തിൽ മന്ത്രിച്ചുകൊണ്ട് അത് കുടിക്കുക മുസ്ലിം ജിന്നുകളുടെ പ്രയാസമാണെങ്കിൽ. പിന്നെ നിങ്ങൾക്കുള്ളത് ആ വെത്തില തിന്നതിന് ശേഷം ഓക്കാനും വരികയാണ്, ഛർദിക്കാനുള്ള ടെൻഡൻസി വരികയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ കൈവശത്തിന്റെ പ്രയാസമാണ്. ശരീരത്തില് കൈവശത്തിന്റെ ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. കൈവശത്തിന്റെ നമ്മളൊരു മജ്‌ലിസിന് മുന്നേ ഇട്ടിരുന്നു, കാണാത്തവർ അത് പോയിട്ട് കാണാം. എങ്ങനെയാണ് അത് ബാത്തിലാക്കേണ്ടത്? പല രീതികളുണ്ട്. കൂടിയ കൈവശമാണെങ്കിൽ വലിയ ഭസ്മത്തില് മൂർത്തികളെ ആവാഹിച്ചുകൊണ്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ തന്ന കൈവശമാണെങ്കിൽ അതിനെ ബാത്തിലാക്കി, ആദ്യം മൂർത്തിയെ ബാത്തിലാക്കി, ഈ ശരീരത്തിലുള്ള ഈ പൈശാചികമായിട്ടുള്ള ഈ മൂർത്തികളെ ബാത്തിലാക്കിക്കൊണ്ടാണ് കൈവശം എടുക്കേണ്ടത്. അതിന്റെ മരുന്ന് നമ്മൾ കഴിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ പരിപൂർണമായിട്ട് നമ്മൾ മജ്‌ലിസിൽ പറഞ്ഞിരുന്നു. സിഹറിനെ എങ്ങനെ നമുക്ക് ബാത്തിലാക്കാൻ നമ്മൾ മജ്‌ലിസിൽ പറഞ്ഞിരുന്നു. ഈ ഒരു രീതിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏതുതരം ഉപദ്രവമാണോ നിങ്ങളുടെ ശരീരത്തിൽ ഉള്ളത് എന്ന് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റിയൊരു അമലാണ് ഇത്. ഈ പ്രയാസങ്ങളുള്ള ആളുകൾ ഉള്ളവരോട് നമ്മൾ പറയുന്നത്. ഇതൊരു ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾ കമന്റ് ബോക്സിൽ വന്നുകൊണ്ട് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റതാണ്, മറിച്ചതാണെന്ന് പറയുന്നവരുണ്ട്. ഇതിനെ നിഷേധിക്കുന്നവരുണ്ട്, ഇതിനെ തള്ളിക്കളയുന്നവരുണ്ട്. ഞാൻ പലപ്പോഴായിട്ട് മജ്‌ലിസിൽ നമ്മൾ പറയുന്നതാണ്, ഇത്തരം ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഇതിന്റെ പ്രയാസം അറിയുള്ളൂ അല്ലേ? കൈയില്ലാത്തവനക്കാണ് കൈയില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ, ശരിയല്ലേ? കണ്ണില്ലാത്തവനക്കാണ് കണ്ണില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. നമുക്കൊന്നും പറഞ്ഞാൽ അത് ന്യായീകരിക്കാനോ അതിന്റെ അടുത്തേക്ക് പോലും എത്താൻ നമുക്ക് കഴിയൂല അല്ലേ? അവരെ സമാധാനിപ്പിക്കാൻ പോലും നിങ്ങൾക്ക് കഴിയൂല. പിന്നല്ലേ നിങ്ങൾ കുറ്റങ്ങൾ പറയുന്നത്? ഇത് നിഷേധിക്കുന്നവര് ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളെ മക്കളിലോ അല്ലെങ്കിൽ നിങ്ങളെ ഭാര്യയിലോ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടാവുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക. എത്ര ആളുകളാണ് ഞങ്ങളിതൊന്നും വിശ്വസിച്ചിരുന്നില്ല. ഇത്തരം ബുദ്ധിമുട്ട് മകൾക്ക് വന്നപ്പോഴാണ് വലിയ ബേജാറായത്. നമ്മൾ കുറെ ഹോസ്പിറ്റലിൽ പോയി, അവര് വരെ ഞങ്ങൾക്ക് ഇനി ഇതിനു മുന്നിൽ വരുന്നില്ല,
ഇതിനും മേലെ ഒരു മരുന്ന് എനിക്ക് എഴുതാനില്ല എന്ന് ഡോക്ടർമാർ വരെ പറഞ്ഞത് എന്താണ്? നിങ്ങൾ ആരുടെത്തേക്കെങ്കിലും കൊണ്ടുപോയിട്ട് ശരീരത്തിൽ എന്തോ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്, നിങ്ങൾ ആരുടെത്തേക്കെങ്കിലും കൊണ്ടുപോയിട്ട് ഇതിനെ കാണിച്ച് എന്താണ് ഈ പ്രയാസം എന്ന് മനസ്സിലാക്കിക്കോളൂ എന്ന് പറഞ്ഞ് വിടുന്നവരുണ്ട്, തിരിച്ചയക്കുന്നവരുണ്ട്. അപ്പോഴാണ് അവരറിയുന്നത് ഇത്തരം പ്രയാസങ്ങളാണ് എന്നുള്ളത്. ശരീരത്തിൽ ഏറ്റിട്ടുള്ളത് ഇത്തരം പ്രയാസങ്ങളാണ്. ഇത് നോക്കാതെ മാനസികമായ രോഗികളാക്കുന്നവരുണ്ട്. മകൾക്ക് മാനസികമായ രോഗമാണ്, അങ്ങനെ മുദ്ര കുത്തുന്നവരുണ്ട്. ഇത്തരം പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്ന് മാനസിക രോഗികളായി മാറി എത്രയോ ആളുകളില്ലേ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഞങ്ങളുടെ സകല പ്രയാസങ്ങളും അല്ലാഹു നീ മാറ്റി നൽകണം അല്ലാഹ്. ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ്. എടങ്ങേറുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ്. മുസീബത്തുകൾ അല്ലാഹു നീ തീർത്ത് നൽകണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ അമൽ പറയാനുള്ള കാരണം നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു ആശ്വാസമാകട്ടെ, ഇതിന് വലിയൊരു ശമനമാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഓരോരോ മജ്‌ലിസുകൾ നമ്മൾ തയ്യാറാക്കുന്നത്. നിരന്തരമായിട്ട് സങ്കടങ്ങൾ അറിയിക്കുന്നത് കൊണ്ടാണ്, സങ്കടങ്ങൾ അറിയിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സങ്കടം പറയുന്നത് കൊണ്ടാണ് നമ്മളിതിൻ്റെ പരിഹാരങ്ങളുമായിട്ട് ഓരോരോ വീഡിയോയിലായിട്ട് നമ്മൾ വരുന്നത്. ഇൻഷാ അല്ലാഹ് ചെയ്യാൻ താല്പര്യമുള്ളവർ, ഇത്തരം പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവർ ഇൻഷാ അല്ലാഹ് ഒന്ന് ചെയ്തു നോക്ക്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മളെ 5:45 സയ്യിദിയ മജ്‌ലിസ് ഈ ഒരു ചാനൽ തന്നെയാണ്. എല്ലാവരും മജ്‌ലിസിൽ പങ്കെടുക്കുക. വലിയ ദിക്ർ ചൊല്ലുന്ന, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന, കൂട്ടമായി ദുആ ചെയ്യുന്ന വലിയ മജ്‌ലിസ്. എല്ലാവരും പങ്കെടുക്കുക. നിങ്ങളുടെ പ്രയാസങ്ങൾ മാറാൻ, നിങ്ങളുടെ ദുഃഖങ്ങൾ മാറാൻ, ഇടങ്ങേറുകൾ മാറാൻ, മുസീബത്തുകൾ നീങ്ങാൻ ഇൻഷാ അല്ലാഹ് ഈ മജ്‌ലിസ് നിങ്ങൾക്ക് വലിയ ഉപകാരപ്പെടും. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഈ ഒരു മജ്‌ലിസിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ.